ഭയങ്കര ഇഷ്ടമായിട്ട് കാണാൻ എന്താ ഭയങ്കര സന്തോഷം. കൃഷ്ണനെ കാണിച്ചു. കൃഷ്ണനെ കാണിച്ചു. ഇവരെ കാണിച്ചു. ഹലോ, ഗുഡ് ഈവനിങ് ചക്കരകളെ. നിങ്ങൾ ഓർക്കും പിന്നെ ഞാൻ പോയതല്ല, ഈ സുഗമ എവിടെ പോയി? സുഗമ ഒരു തിരക്കിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഫ്ലാറ്റിൽ ഓണസദ്യയായിരുന്നു, ഞങ്ങളുടെ ഫ്ലാറ്റിൽ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഓണസദ്യ കൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ കൂത്താട്ടുകുളത്ത് നമ്മുടെ യൂട്യൂബിലൂടെ പരിചയപ്പെട്ട ഒരു ഫ്രണ്ട് എൻ്റെ വീട്ടിൽ അവർ ക്ഷണിച്ചിട്ട് വന്നിരിക്കുന്ന ഒരു ഗുരുവായൂർ ഫംഗ്ഷനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്രത്യേകം അവരുടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് അവർക്കിവിടെ ഒരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്, കൂത്താട്ടുകുളം സീസൺ സ്റ്റുഡിയോ. അപ്പം അതിൻ്റെ ഓണറുടെ പേര് മറന്നുപോയി ഞാൻ. ദിനേശിൻ്റെ വൈഫ് ഷിനി ആണ് എന്നെ ക്ഷണിച്ചത്. അവരൊരു ആൽബം ഒക്കെ എനിക്ക് വേണ്ടി തയ്യാറാക്കി തന്നായിരുന്നു. കാണാൻ എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നതാണ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കണ്ട ഇത് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെ വൈകുന്നേരമാണ് ഞങ്ങൾ ഇതിൽ വന്നത്. ഈവനിങ് ടൈമിൽ 4:30 ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ ഇവിടുന്ന് ഒരു ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. ഇവിടെ വന്നപ്പോൾ എനിക്ക് വീട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി വീട്, അതായത് എനിക്കിഷ്ടപ്പെട്ടൊരു മോഡൽ വീട്. അപ്പോൾ ഈ കൃഷ്ണനെ കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ട്. നല്ല രസമുണ്ട്. പിന്നെ അകത്തൊക്കെ ആണെങ്കിലും നല്ല രസമുണ്ട്. ഷിനിയെ കാണിച്ചു കൊടുക്കാം. ഇതാണ് ഷിനി കേട്ടാ. നിങ്ങൾ കണ്ടിട്ടായിരിക്കും തോന്നുന്നു. എന്നെ കുറിച്ച് പറ, എന്താ പറയാനുള്ളത്? എന്നെ കുറിച്ച് അന്നിനെ എല്ലാവർക്കും അറിയാമല്ലോ, ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ ഉള്ളത്. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നിന് മാത്രമല്ല കേട്ടോ, അന്നിനെ ഇങ്ങനെ നമ്മുടെ ബോമൻചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവരും പപ്പയൊക്കെ ബോമൻചേട്ടൻ്റെ ഫാനാണ് ശരിക്കും. വന്നിട്ട് പറഞ്ഞു എന്താ നല്ല മനുഷ്യനാണ്. എല്ലാരും പൊക്കി 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 ബോമൻചേട്ടൻ പൊക്കി പറഞ്ഞൊന്നല്ല കേട്ടോ, ശരിക്കും നന്നായിട്ട് കെയർ ചെയ്ത് എന്നെ മക്കളെ ഇങ്ങനെ നോക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ വേണം ആണുങ്ങളായാലും. അതെ അതെ, അല്ല അത് ശരിയാണ്. ഭാര്യയ്ക്ക് വേണ്ടി എന്താ അല്ലെ, നമ്മൾ ഒരുമിച്ച് കൂടെ വർഷങ്ങൾ ജീവിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ, കാര്യമില്ല. നമ്മളെ മനസ്സിലാക്കിയുള്ള ഒരാളുടെ ഒപ്പം കൂടെയുള്ള ഒരാളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അല്ലെ അത് ഹൈലൈറ്റ് ആയിരുന്നു, ജീവിതം ആസ്വദിച്ച് പോകാൻ. അപ്പോൾ അതിനൊക്കെ പോകാൻ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയതാണ് യൂട്യൂബുകാരുടെ ഷിനിയെ. ഷിനിക്ക് 2 ആൺകുട്ടികളാണ്. ഒരു ഭാഗത്തേക്കിവിടെ ഷിനി ഹസ്ബൻഡ് പുറത്ത് പോയിരിക്കുന്നു അല്ലേ, വർക്കിന് പോയതാണ്, ഇപ്പൊ വരും. അപ്പോൾ ഞാൻ ഇവരുടെ വീടൊന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ആ വീടിന്റെ ഭാഗങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇനി കാണാം. ഓക്കെ, താങ്ക് യു. ഞാൻ ആ കൃഷ്ണനെ കണ്ടുകൊണ്ട് അവിടെ ചെന്നത്. വീടിൻ്റെ ഓരോ സ്ഥലത്തും ഓരോ കൃഷ്ണനും ഗണപതിനെയൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ഭക്തി തോന്നുന്നൊരു വീട്, ഒരു ക്ലാസി ആയിട്ടൊരു വീട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളതിനകത്ത് ഷൂട്ട് ചെയ്തിട്ട് ഫോട്ടോയ്ക്കൊക്കെ ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു, നല്ല രസമുണ്ട്. ഞാൻ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഓരോ ഫോട്ടോയും എടുത്ത് എനിക്ക് ആ വീടിൻ്റെ ഓരോ ലുക്കിൽ നിന്നൊക്കെ എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് ഞാനിപ്പോൾ ഈ വീട് അറേഞ്ച്മെൻറ്റ്സൊക്കെ വെറുതെ ഒന്ന് കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടപ്പോൾ നിങ്ങളും കണ്ടോട്ടെ എന്ന് ഓർത്ത് ഞാനിത് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവളെനിക്ക് പറഞ്ഞു തരുമായിരുന്നു, മിററൊക്കെ അടുക്കളയിൽ വെച്ചത് അവളുടെ താല്പര്യപ്രകാരമായിരുന്നു എന്നൊക്കെ. നല്ല കുട്ടിയാണ്, എനിക്കൊരു അനിയത്തി കുട്ടിയായിട്ട് അവളോട് തോന്നി. അവളെല്ലാം ഇങ്ങനെ പറയുകയായിരുന്നു, നിങ്ങൾക്കും ബോറടിക്കണ്ട എന്നോർത്തിട്ടാണ് ഞാനിതൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഒരു രസമല്ലേ ഇതൊക്കെ, നമുക്ക് സ്ത്രീകൾക്ക് അടുക്കളയൊക്കെ കാണുന്നത്, ആരുടെ അടുക്കളയാണല്ലോ അത് കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് നമുക്ക് അടുക്കള ഒരുക്കി വെക്കാനല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം, വീടൊരുക്കുന്നതല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് ഞാനിതൊക്കെ കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ വീഡിയോയിൽ പകർത്തിയത് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. എവിടെയെങ്കിലും ഇനി നമ്മളിപ്പോൾ അവിടെ പോകണമെന്നില്ലല്ലോ, നമ്മളിപ്പോൾ കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു, ഒരിക്കൽ മാത്രം. എവിടെ നിന്നാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ പതിയുന്ന ചിത്രങ്ങൾ കാണുമല്ലോ.
അതുപോലെ മനസ്സിന് ഇഷ്ടപ്പെടുന്നത്. ചില സ്ഥലത്ത് ചെന്നാൽ ഓടിപ്പോകാൻ തോന്നും നമുക്ക്, ചില സ്ഥലത്ത് ചെന്നാൽ പോരാൻ തോന്നത്തില്ല. ഈ വീട്ടിൽ വന്നിട്ട് എനിക്ക് പോരാൻ തോന്നാത്ത അത്ര ഇഷ്ടമുണ്ടായിരുന്നു. വീട്ടുകാരും മനോഹരം. ആ ചേച്ചി എല്ലാം കപ്പയൊക്കെ പൊളിച്ചു തന്നു. ബാക്കിയൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ടീച്ചർ താമസിച്ചാൽ എന്തായാലും ഷൂട്ട് വേസ്റ്റ് പാത്രം എടുത്താണേ. ദിനേശ് എനിക്ക് മോഹൻലാലിന്റെ പേരാ മോനെ ദിനേശാണ്. ഈ ചേച്ചിയുടെ ഈ തിരിയായിരിക്കും ഇയാൾ യൂട്യൂബിൽ ഓരോ ഇത്രയും കാണുന്നത്. ഓരോ എനിക്കിഷ്ടമുള്ള എല്ലാവർക്കും ലാസ്റ്റ് ഞാനൊരു 100-150 അയച്ചു കൊടുത്തു. എൻ്റെ ഗ്രൂപ്പിലും പിള്ളേർക്കും റിലേറ്റീവ്സിനായിരുന്നു. ഇപ്പോൾ വീട്ടിൽ നമ്മൾ ചോദിച്ചു. ഇപ്പൊ ഞാൻ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇതായിട്ടോ, നിങ്ങളുടെ വീടാ. ഇവിടെ വെച്ചൊക്കെ എടുത്താലും നോക്കാം ഫോട്ടോ. മതി.